ആദ്യം ഹൃദയം ദേവാലയമായി തീരട്ടെ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 23 വരെ. ധ്യാനത്തിനായിട്ട് 16-17 വാക്യങ്ങൾ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അമൃത്സർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് മനോഹരമായൊരു ദേവാലയമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തിൻ്റെ പ്രതാപത്തെ വിളിച്ചോതുന്ന സ്മാരകങ്ങളിൽ ഒന്നായി പരിലസിക്കുന്നു. വിശാലമായ ആ ദേവാലയത്തിന് മുൻപിൽ ഒരു ഉദ്യാനമുണ്ട്. മണമൂറുന്ന പൂക്കൾ നിരനിരയായി നിൽക്കുന്നത് കാണാൻ നല്ല ചന്തമുണ്ട്. ചുറ്റും പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂമരങ്ങൾ. തേനുണ്ട് പറന്നു നടക്കുന്ന തേനീച്ചകളുടെ മൂളിപ്പാട്ടല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കാനില്ല. തികച്ചും പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം. ഒരു ഞായറാഴ്ചയായിരുന്നു അത്. കേരളത്തിൽ നിന്നെത്തിയ ഒരു ക്രൈസ്തവ യുവാവ് ആ പള്ളിയിലേക്ക് കയറി ചെന്നു. ഒരു വൃദ്ധ വൈദികൻ പതിവിൻപടി അച്ചടിച്ച പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. പള്ളി നിറയെ ഭക്തജനങ്ങൾ കാണുമെന്ന് വിചാരിച്ചാണ് പ്രസ്തുത യുവാവ് ആ ദേവാലയത്തിലേക്ക് കയറി ചെന്നത്. എന്നാൽ താൻ ഉൾപ്പെടെ 10 പേർ മാത്രമേ ആരാധകരായി ഉണ്ടായിരുന്നുള്ളൂ. 1000 പേർക്ക് ഇരിക്കാവുന്ന ആ ദേവാലയത്തിൽ ആരാധകരായി വെറും 10 പേർ മാത്രം. ഏതായാലും ആരാധന കഴിഞ്ഞ് പ്രസ്തുത യുവാവ് ആ വൃദ്ധ വൈദികനെ കണ്ട് ആ പള്ളിയിൽ ആരാധകർ വരാതിരിക്കുന്നതിന് കാരണം ആരായുകയുണ്ടായി. അങ്ങ് ഈ പള്ളിയിൽ വന്നിട്ട് എത്ര കാലമായി? യുവാവ് ചോദിച്ചു. അതാ നോക്കൂ, ആ കാണുന്ന പൂമരങ്ങളും പൂച്ചെടികളും എല്ലാം ഞാൻ നട്ട് പിടിപ്പിച്ചിട്ടുള്ളവയാണ്. പള്ളിയുടെ മുമ്പിലുള്ള ഉദ്യാനത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ആ വൃദ്ധ വൈദികൻ മറുപടി പറഞ്ഞു. ഈ പൂമരങ്ങളും പൂച്ചെടികളും നട്ടുവളർത്താൻ കഴിഞ്ഞ അദ്ദേഹത്തിന് എത്ര മനുഷ്യാത്മാക്കളെ നട്ടുവളർത്താൻ കഴിഞ്ഞു എന്ന് യുവാവ് സ്വയം ചോദിച്ചു. അങ്ങനെ ഒരു മറുപടി ആ വൃദ്ധ വൈദികനിൽ നിന്നും ആ യുവാവ് പ്രതീക്ഷിച്ചിരുന്നു. ദേവാലയങ്ങൾ ശൂന്യമായി കൊണ്ടിരിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ഥിതിവിശേഷം ഇന്ത്യയിലെ വൻകിട നഗരങ്ങളിലേക്കും വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ 5 ദിവസം കഠിനാധ്വാനം ചെയ്ത ശേഷം ആളുകൾ വാരാന്ത്യ വിനോദങ്ങളിൽ ഏർപ്പെടുകയും വിശ്രമിക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ പള്ളിയിൽ പോകാൻ ആർക്കാണ് നേരം? ഈ സംസ്കാരത്തിൻ്റെ സ്വാധീനം ഇന്ത്യയിലേക്കും പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തിനേറെ പറയുന്നു, നമ്മുടെ കൊച്ചു കേരളത്തിലെ സ്ഥിതിയും വിഭിന്നമല്ല. യൗവനക്കാർ ദേവാലയങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടല്ലേ നാം കാണുന്നത്. എന്നാൽ നമ്മുടെ ദേവാലയങ്ങളിൽ ആരാധകരുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണെന്ന് ചിലർ പറഞ്ഞേക്കാം. അതുകൊണ്ട് പള്ളികൾ പൊളിച്ചു പണിയുകയും തൽസ്ഥാനത്ത് കോടികളുടെ പള്ളികൾ പണിയുകയും പുറം മൂടി പിടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആരാധിക്കാൻ വന്നുകൂടുന്ന ജനങ്ങളുടെ അകം ശൂന്യമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ കരങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന മന്ദിരങ്ങളിൽ ദൈവം വസിക്കുന്നുവെന്നാണ് സാധാരണക്കാരൻ കരുതുന്നത്. എന്നാൽ മനുഷ്യ ഹൃദയങ്ങൾ ദൈവം വസിക്കുന്ന ആലയങ്ങളായി തീരുന്നില്ലെങ്കിൽ ശൂന്യതയായിരിക്കും അവിടെ കുടിപാർക്കുക. ഓർക്കണമേ, മറ്റുള്ളവരേക്കാൾ നല്ലവരെ കൊണ്ടല്ല സഭ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്, മറ്റുള്ളവരേക്കാൾ നല്ലവരാകാൻ ആഗ്രഹിക്കുന്നവരെ കൊണ്ടാണ്. മത്തായി എഴുതിയ സുവിശേഷം 21:13. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.